ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നീഹാരം. അപ്പം നമ്മൾ ഇന്നൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കാനായി വെച്ചതാണ്. ഇനി നമ്മളൊരു 5 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ല രീതിക്കൊന്ന് ചിക്കിയെടുക്കണം. നമ്മൾ വലിയ വലിയ പീസാക്കിയിട്ട് വേണം ഇത് ചിക്കിയെടുക്കാനായിട്ട്. ഇനി നമ്മൾ ഈ കോഴിമുട്ട നമുക്ക് മാറ്റി വയ്ക്കാം. വേറൊരു പാത്രത്തിൽ നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കാനായി വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് തിളയ്ക്കാനായി മാറ്റി വയ്ക്കാം. നമ്മൾ ഇതിലേക്ക് കഴുകി വെച്ച റൈസ് ഇട്ട് കൊടുക്കുകയാണ്. നല്ല രീതിക്കൊന്ന് തിളയ്ക്കണം. അതായത് നമ്മളൊരു 70-80% റൈസ് വെന്താൽ മതി. കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറ് ഉടഞ്ഞു പോവും. അപ്പോൾ നമ്മളിത് റൈസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ വെള്ളമൊക്കെ ഒഴിവാക്കി എടുത്ത് വെച്ചതാണ്. ഇനി നമ്മൾ വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ, കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ ക്യാരറ്റ്, ക്യാപ്സിക്കം, പയറൊക്കെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ക്യാബേജൊക്കെ ഉണ്ടെങ്കിൽ ക്യാബേജൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ക്യാബേജ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാത്തത്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ റൈസിൽ ഓൾറെഡി കുറച്ച് ഉപ്പ് ചേർത്ത കാരണം ഇതിൽ കുറച്ച് ഉപ്പ് മതി. ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂണ് സോയാ സോസും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് വിനാഗിരി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വഴണ്ട് വന്നതിലേക്ക് നമ്മളുടെ ഈ റൈസ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ റൈസിലേക്ക് കുറച്ചുകൂടെ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കോഴിമുട്ട ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. നമുക്ക് കുറച്ച് ടൈം മതി. ഇനി നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്യണം. ഇനി എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.